അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. തൃശ്ശൂർ പള്ളിക്കുളം റോട്ടിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നും മാവേലി എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ട് മാവേലി എത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, അത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നില്ല. മാവേലിയിൽ നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടാം. നിങ്ങളുടെ കൂടെ മാവേലി ഓണാഘോഷത്തിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ താഴെ കാണുന്ന നമ്പറിലൊക്കെ വിളിക്കുക. പിന്നെ ഒരുപാട് കോളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തേക്കും പോകാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം മിക്കവാറും എല്ലായിടത്തേക്കും മാവേലി എത്തുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കളറാക്കല്ലേ? ഹൈ അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിൽ കുറച്ച് സുന്ദരിമാരെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ നമുക്ക്? കേമായിരിക്കണോ? എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖം സുഖം. നല്ല വിശേഷം. ഓണം വരുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷം. ഫൺ വിത്ത് മാവേലി കാണാറുണ്ടോ? ഓഫ് കോഴ്സ് കാണാറുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോഴാ ഈ വഴിക്ക് വരുമെന്ന്. സന്തോഷമായിരിക്കണം, അമ്മന് സന്തോഷമായിരിക്കുന്നു. അപ്പൊ എല്ലാവരും പേരങ്ങോട്ട് പറയാ. എൻ്റെ പേര് പ്രീമ. എൻ്റെ പേര് ജിംലി. ബിന്ദു. അപ്പൊ എങ്ങനെയാണ് ഓണാഘോഷങ്ങളൊക്കെ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ല തിരക്കാണ്. ഓണത്തിൻ്റെ എല്ലാ ഇതുകളും അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല തിരക്കാണ്, നിന്ന് തിരിയാൻ നേരില്ല. അപ്പൊ ഇതിനിടയിൽ മാവേലിനെ കണ്ടതിൽ സന്തോഷമുണ്ടോ? സന്തോഷം. അതല്ല, സന്തോഷമായിട്ട് ഓടി വന്നു. പുറത്തേക്ക് ആര് വന്നേ നോക്കാൻ. കേട്ടിട്ട് മലയാളം അങ്ങടെ വശമില്ലാത്ത പോലത്തെ ഒരു രീതി ഉണ്ടല്ലോ. മലയാളി അല്ലേ? അതാണ് സംഭവം. എവിടെയാണ് സ്ഥലം? ഇപ്പോ ഫ്രം കൊൽക്കത്ത. കൊൽക്കത്തയിൽ നിന്നൊരു മലയാളി, എന്താ നാമിന് സന്തോഷമായിരിക്കണോ? കാരണം നമ്മുടെ ഓണക്കാലത്ത് കൊൽക്കത്തയിൽ നിന്നൊക്കെ ഒരു മലയാളി വന്നിട്ട് ഇവിടെ ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണത്. അപ്പം എങ്ങനെ കൊൽക്കത്തയിൽ നിന്ന് എല്ലാ വർഷമൊക്കെ ഓണം ആഘോഷിക്കുക ഇവിടെ എത്താറുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോൾ പകുതി മലയാളിയായി. എൻ്റെ ഭർത്താവ് എവിടുത്തെ മലയാളിയാണ്. അപ്പോൾ ഒരു ലാസ്റ്റ് 19 years ആയിട്ട് ഞാൻ ഇവിടെ തൃശ്ശൂർ തന്നെയാണ്. അങ്ങനെയാണെങ്കിലേ നമ്മൾ ഓണാഘോഷത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവത്തിൻ്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? ഓണസദ്യയിൽ എൻ്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ പച്ചടിയാണ്. ഏതാണ്? പൈനാപ്പിൾ പച്ചടി. നാമിന് അതിൻ്റെയാണ് ഇഷ്ടം. കേമായിരിക്കണോ? എന്തായാലും വേണ്ടില്ല, ഒരു പാട്ട് അങ്ങോട്ട് പാടാൻ ആർക്കെങ്കിലും പറ്റുമോ? മാവേലിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടോ? എനിക്ക് മലയാളം ഓണം പാട്ടറിയില്ല. എന്നാൽ നാം ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഓണാഘോഷമല്ലേ, അപ്പം മലയാളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മലയാളി മംഗമാർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഇങ്ങോട്ട് പറയാം. അത് ഏറ്റു പറയുകയാണെങ്കിൽ എല്ലാവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അടിപൊളി. സന്തോഷമായി. അപ്പോൾ നാം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തായാലും നമ്മുടെ കൊൽക്കത്തക്കാരിക്ക് തന്നെ ആദ്യം പറയിക്കാം അല്ലേ? എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തമ്പക്കര തങ്കപ്പൻ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും, എനിക്ക് അല്ല. തമ്പക്കര. പക്ഷേ എന്നെ കൂടി തെറ്റിക്കല്ലേ, ഞാൻ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കൂ. തമ്പക്കര തങ്കപ്പൻ. പറയല്ലാട്ടോ, തങ്കപ്പര തങ്കപ്പൻ. ഒന്ന് കേമായിരിക്കും, ഒന്ന് സ്പീഡിൽ പറഞ്ഞോളൂ. തങ്കപ്പൻ. അയ്യോ പറ്റില്ല, കിട്ടുന്നില്ല. തങ്കപ്പൻ. മലയാളി അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങളോട് സഹകരിച്ചല്ലോ, ഒരു സമ്മാനം ഇങ്ങോട്ട് തരട്ടെ. അപ്പോ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു ഓണക്കോടിയാണ് സമ്മാനം കേട്ടോ. സന്തോഷമായോ? അപ്പോൾ ഈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എവിടെയെന്നറിയോ? നമ്മുടെ തൃശ്ശൂർ തന്നെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണത്. അപ്പോൾ ഇവിടെ ചെല്ലുക. ഇവിടെ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 1% മുതലേ പണിക്കൂലി ഇവർ ഈടാക്കുന്നുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, സെപ്റ്റംബർ 10 വരെ മാത്രമുള്ള അവിടെയുള്ള ഡിസ്കൗണ്ടിൻ്റെ പൂരം. അപ്പോൾ എല്ലാവരും അതിന് മുന്നേറ്റ് അവിടെ ചെല്ലുക.
കാര്യങ്ങളൊക്കെ മഹാബലിയുടെ പേര് പറഞ്ഞാൽ പ്രത്യേക ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എല്ലാരും ഹാപ്പി ആയോ? ഹാപ്പി ആയില്ല, ഞങ്ങൾക്കും ഇല്ല സമ്മാനം. അനുഗ്രഹം മതിയില്ലേ മഹാബലിയുടെ? സമ്മാനം കൂടി തന്നാൾ സന്തോഷമായിരിക്കണം. അടുത്ത സമ്മാനം എടുക്കുക. അപ്പോൾ അടുത്ത സമ്മാനം TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു പായസ കൂട്ടാണ് സമ്മാനം. എങ്ങനെ ഇരിക്കണോ? അപ്പോൾ ഈ TPR ഗോൾഡിൽ പോയാലും മഹാബലിയുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇത് എവിടെയെന്നറിയോ? തൃപ്രയാറുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂർ MG റോട്ടിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ സന്ദർശിക്കില്ലേ? അപ്പോൾ എങ്ങനെ, ഹാപ്പി ആയോ? ഇല്ല, എനിക്ക് കിട്ടിയില്ല. അയ്യോ, ഈ ചേച്ചിക്ക് കൂടിയാണ് കൊടുക്കുക. ഈ ചേച്ചിക്ക് കൊടുക്കാൻ പോകുന്ന സമ്മാനം എന്താണെന്നറിയോ? ഫ്രഞ്ച് ഡയറി നൽകുന്ന നല്ലൊരു അടിപൊളി ഐസ്ക്രീമാണ്. ഒരു ഐസ്ക്രീം ഗിഫ്റ്റ് വൗച്ചർ. സന്തോഷമായോ? സന്തോഷമായി. അപ്പോൾ പോകാൻ വരട്ടെ, മാവേലിയുടെ സ്പെഷ്യലായിട്ട് വേറൊരു ഗിഫ്റ്റ് കൂടി ഉണ്ട്. എങ്ങനെ ഇരിക്കണോ? ഇത് പിടിച്ചോളൂ. ഇത് TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ. അപ്പോൾ വീണ്ടും ഹാപ്പി ആണല്ലോ? അടിപൊളി ഹാപ്പി, സൂപ്പർ ഹാപ്പി. ഹാപ്പിയാണ്. അപ്പോൾ ഒന്നും കൂടി ഹാപ്പി ആണെന്നുണ്ട് ഉറക്കാൻ പറഞ്ഞേ. ഹാപ്പി ഓണം. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിൽ രണ്ടുപേരും മാവേലിനെ കാത്തിങ്ങനെ നിൽക്കണം. എന്താ ചിരി കാണുമ്പോൾ തന്നെ മാവേലിക്കൊരു സന്തോഷം. എന്താ പേര് പറ? രഞ്ജിഷ. രഞ്ജിഷ നല്ല പേരാണല്ലോ. മോളുടെ പേര് പറ? അനശ്വര. ശരി, നല്ല പേരാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഓണൊക്കെ? അടിപൊളിയായിട്ട് പോടൂ. അടിപൊളി. ഓണായിട്ട് പർച്ചേസിന് ഇറങ്ങിയതാണോ? പർച്ചേസ് കഴിഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ്. അങ്ങനെയാണെച്ചല്ലേ, ആരാണ് മഹാബലിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിത്തരാൻ പോണ? നമ്മനെ മലയാളികളുടെ പാട്ട് കേൾക്കാനൊരു ആഗ്രഹം. കുറേ കാലമായിട്ട് പാതാളത്തിലുള്ളല്ലേ, അപ്പോൾ നാട്ടുകാരുടെ ഒരു പാട്ട് കേട്ടാ സന്തോഷം. അപ്പോൾ അനശ്വരമോള് പാടും അല്ലേ? അല്ലെങ്കിൽ മോള് പാടും? പാട്ടറിയില്ല. പാട്ട് പാടണ്ട. എന്നൊരു കാര്യം ചെയ്യാം, മാവേലി പറയുന്നത് അങ്ങോട്ട് ഏറ്റു പറഞ്ഞാൽ മതി. ഒരു 5 വട്ടം പറയാ. എന്തായാലും മലയാളികളാണല്ലോ, ഇപ്പൊ മലയാളത്തിലാണ് കാര്യങ്ങൾ പറയാ അല്ലേ? അപ്പൊ സന്തോഷാവില്ലേ? സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമല്ല, വേറെ ഒന്നുമല്ല, വിക്രമന്റെ വൃക്ക. ഇതൊരു 5 വട്ടം പറയും. വിക്രമന്റെ വൃക്ക ഒന്ന് പറഞ്ഞേ. വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വിക്രമന്റെ വൃക്ക. ആയിക്കോട്ടെ, മോളൊന്ന് ട്രൈ ചെയ്തു. വിക്രമന്റെ വൃക്ക. വിക്രമന്റെ പറഞ്ഞോളൂ. വിക്രമന്റെ വിക്രമന്റെ വൃക്ക പറഞ്ഞോളൂ. കുറച്ച് എളുപ്പമുള്ളതായോ? ഇത് വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചു. ഒരു 5 വട്ടം പറഞ്ഞോളൂ. അതൊന്നുകൂടി പറഞ്ഞോ. വിക്രമന്റെ വൃക്ക. വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക. കൈയടിക്കുക. കേമായിരിക്കണോ? സമ്മാനം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അടങ്ങുന്നതാണ്. അപ്പോൾ സമ്മാനത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ഫൺ വിത്ത് മാവേലി പ്രേക്ഷകർക്കായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ലിയോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആണ് സമ്മാനം. ഓണക്കോടിയാണ് കേട്ടോ സമ്മാനം. ഇത് ഈ തൃശ്ശൂരിലെ പള്ളിക്കുളം റോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെ ഇരിക്കണോ? അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കില്ലേ? ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ട്. മഹാബലിയുടെ പേര് പറഞ്ഞ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും. എങ്ങനെയാ, സന്തോഷമായോ? സന്തോഷമായില്ലേ? കിട്ടിയില്ലേ സമ്മാനം? ഈ ക്യാമ്പത്തേക്ക് സമ്മാനം കൊടുത്തില്ല എന്ന് പേടിക്കണ്ട, നാം തരുന്നതായിരിക്കും. അടുത്ത സമ്മാനം വരുന്നു. TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു പായസം മിക്സാണ് സമ്മാനം. എങ്ങനെ ഇരിക്കണോ? ഇത് സ്ഥിതി ചെയ്യുന്നത് തൃപ്രയാറും അതുപോലെ തന്നെ തൃശ്ശൂരിലെ MG റോട്ടിലുമാണ്. TPR ഗോൾഡൻ ഡയമണ്ട്സ്. അവിടെയും ഒരുപാട് ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട്. വിവാഹ പാർട്ടികൾക്ക് ഒരുപാട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. നാമിൻ്റെ പേരൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുക കേട്ടോ. സന്തോഷമായോ? മാവേലിയുടെ വക ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. ഗിഫ്റ്റ് വൗച്ചർ 500 രൂപ. അതും TPR ഗോൾഡൻ ഡയമണ്ട്സ് തന്നെ നൽകുന്നത്. എങ്ങനെ ഇരിക്കണോ? ഓണക്കെങ്കമായില്ലേ? അപ്പൊ എങ്ങനെയാണ്, സന്തോഷായില്ലേ? സന്തോഷായി. ഒരെണ്ണം കൂടി തരുമോ? മഹാബലിയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുകയാണ് അങ്ങോട്ട്. എന്നാലും വേണ്ടില്ല, സന്തോഷത്തിന്റെ പേര് മഹാബലി അങ്ങോട്ട് കൊടുക്കാം. ഫ്രഞ്ച് ഡയറി നൽകുന്ന ഐസ്ക്രീമാണ് കേട്ടോ. ഐസ്ക്രീം ഗിഫ്റ്റ് വൗച്ചറാണ്. എങ്ങനെ ഇരിക്കുന്നോ? ഈ നമ്പറിലേക്ക് അങ്ങോട്ട് വിളിക്കുക. അപ്പോൾ ഐസ്ക്രീമൊക്കെ അങ്ങോട്ട് കൊണ്ടുതരും അവര്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെ, ഹാപ്പി അല്ലേ? ഒരു ഹാപ്പി ഓണം എന്നങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം.
ഒന്ന് ഉച്ചത്തിൽ പറയേ. ഓണം. ഹൈ, ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിലെ നമ്മുടെ കൂടെ 2 സുന്ദരി കുട്ടികൾ ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? ആതിര. ആതിര. ആമി. ഹൈ, ഹേമായിരിക്കണു. അപ്പൊ എന്താണ് ഈ പഠിക്കുന്നത്? ഡിഗ്രി BSW. സെയിം. അപ്പൊ എങ്ങനെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞോ കോളേജിലെ? ആ കഴിഞ്ഞു. 21. ഈ കോളേജിലൊന്നും കയറാറില്ലേ? ക്ലാസ്സിലൊന്നും ഇരിക്കാറില്ലേ? എന്താണ്, പുറത്ത് തന്നെയാണോ കറക്കം? പുറത്തന്നെ. അതോ പുറത്താക്കിയെടുക്കുകയാണോ ഇനി ഓണം പ്രമാണിച്ച്? എന്തായാലും കേമത്തിമാരെന്നേട്ടാ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മഹാബലി തമ്പുരാന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? അവള് നന്നായി പാടും. ഏത് പാട്ട് വേണമെങ്കിലും അങ്ങോട്ട് പാടിക്കോളൂ. ഏത് പാട്ട് കേൾക്കാനും മഹാബലി തമ്പുരാൻ തയ്യാറാണ്, പാടിക്കോളുക. തിരുവാവണിരാവ് മനസാകെ നിരാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും ഈ കേമത്തി നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. എന്തായാലും സന്തോഷമായിരിക്കും നാമന്. അപ്പൊ എങ്ങനെ, സമ്മാനം വേണ്ടേ? വേണം. അപ്പോൾ സമ്മാനം തരാം. അപ്പോൾ തൃശ്ശൂർ പള്ളിക്കുളം റോട്ടിലുള്ള ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു ഓണക്കോടിയാണ് സമ്മാനം. പിടിച്ചോളുക, പിടിക്കുക. അപ്പോൾ എങ്ങനെ, ഹാപ്പി ആയില്ലേ? ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ സമ്മാനമാണ്. ഒരുപാട് ഡിസ്കൗണ്ടൊക്കെ അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് അവിടെ സന്ദർശിക്കുക. മഹാബലിയുടെ പേര് പറഞ്ഞാൽ കൂടുതൽ ഡിസ്കൗണ്ടൊക്കെ കിട്ടും. എങ്ങനെ ഇരിക്കണോ? എനിക്കില്ലേ? അപ്പോൾ അടുത്ത സമ്മാനം എന്ന് പറയുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു പായസം മിക്സ് ആണ്. ഇത്തവണ ഓണം പായസം വെച്ചിട്ട് അങ്ങോട്ട് ആഘോഷിക്കുക. അടിപൊളി പായസം വെച്ചിട്ട്. താങ്ക് യു. സന്തോഷമായോ? സന്തോഷത്തിനൊരു തരി കുറവുണ്ടെന്ന് തോന്നുന്നു. ആ തരി കുറവ് നികത്താനായിട്ട് ഇതേ മാവേലി ഇതേ ഒരു ഗിഫ്റ്റ് വൗച്ചർ കൂടിയും തരികയാണ്. TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഇത് തൃശ്ശൂർ MG റോട്ടിലും അതുപോലെ തന്നെ തൃപ്രയാറാണ് ഉള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് അവിടെ സന്ദർശിക്കുക. കാരണം ഒരുപാട് ഡിസ്കൗണ്ടുകൾ അവർ കൊടുക്കുന്നുണ്ടേ. മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, സന്തോഷമായി മാവേലിക്ക്. അപ്പോൾ എങ്ങനെ, സന്തോഷമായില്ലേ? സന്തോഷായി. കഴിക്കാൻ വേറെ ഒന്നും കൊണ്ടുവന്നില്ലേ? കഴിക്കാൻ കൊണ്ടുവന്നിട്ടില്ലെന്നോ? ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെ നാം തരാം. ഇതെന്താണെന്നറിയോ? ഫ്രഞ്ച് ഡയറി നൽകുന്ന ഒരു ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഏതാണ്? ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ. എങ്ങനെ ഇരിക്കണോ? അടിപൊളി ഐസ്ക്രീമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ആ ഫോൺ നമ്പറിലൊക്കെ വിളിച്ചതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എങ്ങനെ, ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറയാം. ഹാപ്പി ഓണം. ഉറക്കം പറയാ. ഹാപ്പി ഓണം. അടിപൊളിയായിട്ടുണ്ട്. മാവേലിയുടെ സെറ്റപ്പ് കൊള്ളാം. താങ്ക് യു. ഹൈ, ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിലെ നമുക്ക് നല്ലൊരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും മഹാബലിക്ക് സന്തോഷമായിരിക്കണോ? എന്തായാലും നല്ലൊരു ഫാമിലീനെ കാണാൻ കഴിഞ്ഞല്ലോ. പേര് പറ. റോഷ്നി. ഉറക്കം പറ. റോഷ്നി. ചേച്ചിയുടെ പേര് പറ. നീതു. റഷിത്ത്. എന്താണ്, ഓണായിട്ട് പർച്ചേസിന് ഇറങ്ങിയതാണോ? അതെ. പർച്ചേസ് ഒക്കെ ചെയ്തോ? ചെയ്തു. ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടി എടുക്കാനാണ് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയിരിക്കണേ. ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ടൈൽസിന്റെ ബിസിനസ്സാ, പാലക്കാട്. പാലക്കാട് ടൈൽസിന്റെ ബിസിനസ്. എങ്ങനെയുണ്ടോ ഓണത്തിന് ബിസിനസ് ഒക്കെ? അടിപൊളിയാണോ? കുഴപ്പമില്ല, നന്നായി പോണു. മഹാബലിക്ക് വേണ്ടിയിട്ട് ആരാണ് പാട്ട് പാടി തരാൻ പോണ? 2 വരിയ മോള് പാടും അല്ലേ? കണ്ടാലറിയാൻ വിട്ടിക്കുകയാണ്. പാടിക്കോളോ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. കേമായിരിക്കണു. എന്താണ് മോള് പഠിക്കുകയാണോ? ഞാൻ +1 +1 എക്സാം ഒക്കെ കഴിഞ്ഞോ?
ഓൺ എക്സാം ഇല്ല പ്രാവശ്യം. ഇല്ല. ഓഹോ, എന്തായാലും അപ്പോൾ സന്തോഷമായി കാണും അല്ലേ? മുഖത്തുണ്ട് ആ സന്തോഷം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നല്ലൊരു സമ്മാനം തരാം. എങ്ങനെ ഓണത്തിന് അടിച്ചു പൊളിക്കാനായിട്ടൊരു സമ്മാനം തരാം. ഈ ഓണത്തിന് നമ്മൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അത് നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലാണുള്ളത്. അവർ നൽകുന്ന ഒരു അടിപൊളി ഒരു ഓണക്കോടിയാണ്. അത് പിടിക്കുക, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന അടിപൊളിയൊരു ഓണക്കോടി. എങ്ങനെ ഇരിക്കണോ? ഈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ പോകണം. കാരണം ഒരുപാട് ഓഫറുകൾ അവർ ഏർപ്പെടുത്തി, ഒരുപാട് ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട് ആഭരണങ്ങളിൽ. അപ്പോൾ അതൊക്കെ വാങ്ങുക. മഹാബലിയുടെ പേര് പറഞ്ഞാൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുമോ? എങ്ങനെയാ, പോവില്ലേ? എവിടെയാണ്? ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്ന് പറഞ്ഞേ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്. കേമായിരിക്കണു. ഇനിയും സമ്മാനം വേണോ അതോ അനുഗ്രഹം മതി? ഏതാണ് വേണ്ടത്? രണ്ടും വേണോ? അപ്പോൾ അടുത്ത സമ്മാനം പിടിച്ചോളുക. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു പായസക്കൂട്ടാണ് സമ്മാനം. ഇത് തൃപ്രയാറും അതുപോലെ തന്നെ തൃശ്ശൂർ MG റോട്ടിലുമാണുള്ളത്. അപ്പോൾ അവിടെയും സന്ദർശിക്കണം. മഹാബലിയുടെ പേര് പറഞ്ഞ ഒരുപാട് ഡിസ്കൗണ്ട് അവിടെ നിന്നും കിട്ടുട്ടോ. സന്ദർശിക്കില്ലേ? സന്തോഷമായിരിക്കണോ? ഇനിയും വേണോ സമ്മാനങ്ങള്? എങ്ങനെ സമ്മാനം തന്നോട്ടെ, സമ്മാനം ഇങ്ങോട്ട് പോരട്ടെ അല്ലേ? സന്തോഷാണ്. എത്ര കിട്ടിയ സന്തോഷം. അപ്പോൾ സന്തോഷം കുറയ്ക്കേണ്ട. ഇത് വേറൊരു സമ്മാനം TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. എങ്ങനെയുണ്ടോ? ഇപ്പോൾ സന്തോഷമായോ? മൊത്തത്തിൽ തൃശ്ശൂർ വന്ന് പർച്ചേസ് ചെയ്തത് ലാഭമായി തോന്നുന്നുണ്ടോ? ലാഭായി. ഞങ്ങളെ കണ്ടത് ലാഭമായി തോന്നുന്നുണ്ടോ? ദോഷായി. അപ്പോൾ ഇനി മോൾക്ക് പാട്ടൊക്കെ പാടിയതിൽ ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ സമ്മാനമാണ്. ഇന്ന് പിടിക്കുക, ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിൻ്റെയാണ് സമ്മാനം, ഒരു ഗിഫ്റ്റ് വൗച്ചർ. എങ്ങനെ ഇരിക്കണോ? അപ്പോൾ ഇടയ്ക്ക് ഈ നമ്പറിലൊക്കെ വിളിച്ച് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം ഓർഡർ ചെയ്യുക. അപ്പോൾ അവരങ്ങോട്ട് വന്നോളും. അടിപൊളി ഐസ്ക്രീമാണ്. മഹാബലി ടേസ്റ്റ് ചെയ്തെടുക്കണോ? സന്തോഷമായോ? സന്തോഷമായി. അങ്ങനെ സന്തോഷമാണെങ്കിൽ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞ ഫാമിലി. ഹാപ്പി ഓണം. ഉഷാറ് പോരട്ടോ, ഇത്ര സമ്മാനങ്ങൾ മേടിച്ച ഒരു ഉഷാറൊന്നും കാണാനില്ല. അങ്ങോട്ട് ഉറക്കെ പറയാ ഹാപ്പി ഓണം. എന്താ ചൂടേ! നടന്ന് മഹാബലി ക്ഷീണിച്ചിരിക്കുന്നു, വയ്യാതായിരിക്കുന്നു. അപ്പം നമുക്ക് ക്ഷീണം മാറ്റാനായിട്ട് നമ്മുടെ സുനിൽ ചേട്ടന്റെ കരിക്ക് അങ്ങോട്ട് കുടിച്ചാലോ? കുടിക്കുക തരിക. നാമന് സന്തോഷായിട്ടോ. കേമായിരിക്കണോ? എന്തായാലും സുനിൽ ചേട്ടന്റെ കരിക്ക് ക്ഷീണം പാറാൻ ബെസ്റ്റാണ് കേട്ടോ. സന്തോഷായിരിക്കണോ? സുനിൽ ചേട്ടന്റെ വീട് എവിടെയാണ്? കോടാലിയിലാണ്. എന്തായാലും സന്തോഷം. നമ്മൾ ദാഹിച്ച് വലഞ്ഞു വന്നപ്പോൾ നമുക്ക് വെള്ളം തന്നു. കരിക്ക് വെള്ളം കുടിച്ചോളൂ മഹാബലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സന്തോഷമായിരിക്കണം. അപ്പോൾ സമ്മാനം വേണ്ടേ മഹാബലിയുടെ? മഹാബലിയുടെ സമ്മാനം കിട്ടണ ഓണല്ലേ? കേമായിരിക്കണു, സന്തോഷമായിരിക്കണം. അപ്പോൾ ഒരു നല്ലൊരു സമ്മാനം തരാം കേട്ടോ. അപ്പോൾ സമ്മാനമൊക്കെ വേണ്ടേ? അപ്പോൾ ആദ്യം വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ? വീട്ടില് അമ്മ, വൈഫ്, 2 മക്കള്. ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടി ഒന്നും എടുത്തിട്ടില്ല. അത് 2 ദിവസം കഴിഞ്ഞാൽ, ദിവസം ഉണ്ടല്ലോ, 2 ദിവസം കഴിഞ്ഞാൽ ഏറ്റവും വില കുറവ് കട നോക്കി എടുക്കാം. അത് പോരെ? എന്നാൽ നാം ഒരു ഓണക്കോടിയൊക്കെ എടുത്ത് തരാം. സന്തോഷാവോ? അപ്പോൾ എങ്ങനെ, ഓണക്കോടി വേണ്ടേ? അപ്പോൾ ഓണക്കോടിയൊക്കെ പിടിക്കുക. ഇത് നൽകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അതും തൃശ്ശൂരിലെ പള്ളിക്കുളം റോട്ടിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു അടിപൊളി ഓണക്കോടിയാണ്. എങ്ങനെ, സന്തോഷമായോ? വളരെ സന്തോഷമായി. എല്ലാ വർഷം മാവേലിയുടെ കയ്യിൽ നിന്ന് ഈ കമ്പനിയുടെ തന്നെ കിട്ടണം, ഈ കടയിൽ നിന്ന് തന്നെ. കാര്യം ചെയ്യാം, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒക്കെ ഇടയ്ക്കൊന്ന് സന്ദർശിക്കുക. മക്കളെ എന്നൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുക. മാവേലിയുടെ പേര് പറഞ്ഞ ഒരുപാട് ഡിസ്കൗണ്ട് ഒക്കെ അവിടെ ഉണ്ടാവും. പോവോ? ഉറപ്പായിട്ട് പോവും. ഓണത്തിന് എന്തായാലും പോണം. അവിടെ കയറും. ആ സുനിൽ ചേട്ടൻ ഇത് ആരാണ്? വേറൊരു നമ്മുടെ കൂട്ടുകാരനാണ്. എന്തായാലും സുനിൽ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ എത്തിയിട്ടുണ്ടോ? കൂട്ടുകാരനെ നമുക്കത് പരിചയപ്പെടാം. എന്താ പേരെന്താ? മുരളി ചേട്ടന്റെ വീട് എവിടെയാ? നന്ദിക്കര. എന്ത് ചെയ്യുന്നോ? കച്ചവടം, കരിക്ക് കച്ചവടം. കേമായിരിക്കണു. എന്തായാലും സന്തോഷമായിരിക്കണു. സമ്മാനം വേണ്ട? നമ്മുടെ സുനിൽ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ, സമ്മാനം തരാം. പ്രത്യേകിച്ച് സന്തോഷമായിരിക്കും. നാമിന് സന്തോഷമായിരിക്കുന്നോ? സമ്മാനം പിടിക്കുക. ഇത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു പായസം മിക്സാണ് സമ്മാനം. ഇത് തൃപ്രയാറും അതുപോലെ തന്നെ തൃശ്ശൂർ MG റോട്ടിലുമാണ് ഉള്ളത്. ഇടയ്ക്കൊക്കെ അവിടെ 2 പേരും കൂടിയിട്ട് സന്ദർശിക്കുക. പോയിരിക്കും, ഉറപ്പായിട്ട് പോയിരിക്കും. മഹാബലിയുടെ പേരൊക്കെ പറഞ്ഞാലേ പ്രത്യേക ഡിസ്കൗണ്ട് ഒക്കെ അവർ തരും. അപ്പം എന്തായാലും പോണം കേട്ടോ. ഉറപ്പായിട്ട് പോയിരിക്കും. പിന്നെ നിങ്ങളുടെ
അപ്പോൾ അടുത്തൊരു സമ്മാനം TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. രണ്ടുപേരും കൂടിയിട്ടാണ് പിടിക്കുക. സന്തോഷമായോ? വളരെ സന്തോഷമായി. വളരെ സന്തോഷം. വളരെ സന്തോഷം. അപ്പോൾ ഇനി നിങ്ങളുടെ മക്കൾക്ക് ഒരു സമ്മാനം വേണ്ടേ? അവരേനൊന്ന് സന്തോഷിപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് വേറൊരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. എന്താത് കണ്ടില്ലേ? ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പോൾ ഈ നമ്പറിലേക്ക് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീമൊക്കെ അങ്ങോട്ട് ഓടിയെത്തും വീട്ടിലേക്ക്. കുട്ടികൾക്കൊക്കെ സന്തോഷമാവും. നല്ല ടേസ്റ്റി ഐസ്ക്രീം ആട്ടോ. നല്ല ടേസ്റ്റി ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, കഴിക്കണം, ഇനിയും കഴിച്ചോണ്ടിരിക്കും. വീണ്ടും കഴിക്കാൻ തോന്നും. അതാണ് ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോൾ ഒരു ആർപ്പ് അങ്ങോട്ട് വിളിച്ചാലോ നമുക്ക്? ആർപ്പ്. അപ്പം എന്തായാലും ഇവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ നാമിനും സന്തോഷമായിരിക്കണം. അപ്പോൾ ഈ സന്തോഷത്തോടു കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകാണ്. അതന്നെ. അപ്പോൾ അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഹാപ്പിയോ.